ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് ഹാർദമായി സ്വാഗതം. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 107-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രവിക്കുന്നത്. നാം ശമൂവേലിന്റെ 1-ാം പുസ്തകം 10-ാം അധ്യായത്തിലൂടെ അനേക കാര്യങ്ങൾ ഓർത്ത് ദൈവസന്നിധിയിൽ ആത്മീയ യാത്ര ചെയ്യുകയായിരുന്നു. ഇന്ന് ഒടുവിലായിട്ട് 10-ാം അധ്യായത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. നമുക്കറിയാം, 10-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവം ശമൂവേലിലൂടെ ശൗലിനെ ദൈവജനമായ ഇസ്രായേലിനെ ഭരിക്കുവാൻ, പരിപാലിപ്പാൻ രാജാവായി അഭിഷേകം ചെയ്യുന്ന കാര്യം നമുക്ക് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. പിന്നീട് അനേക കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം അവിടെ ചെയ്യുന്നതായിട്ടും പറയുന്നതായിട്ടുമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നാം അതോർത്ത വിഷയമാണ്. എന്നാൽ വ്യക്തമായ നിലയിൽ താൻ രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ടും 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 10-ാം അധ്യായത്തിൽ വ്യത്യസ്തമായ ഒരു ചിത്രം നമുക്ക് ശൗലിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെയാണ് കാണുന്നത്: അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയാകുന്നു എന്ന് ദൈവം അരുളി ചെയ്തു. വളരെ വിരോധാഭാസമായി തോന്നാവുന്ന ഒരു വിഷയമാണ്. രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവൻ, രാജാവായി തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ദൈവം നീ വേണം ഇനി ഇസ്രായേലിനെ ഭരിക്കേണ്ടത് എന്ന് പ്രഖ്യാപിച്ച ശേഷം തൻ്റെ പ്രവാചകനോട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, അവനിപ്പോൾ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ശൗൽ സാമാനങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നത്? പട്ടാളക്കാർ വെച്ചിരുന്ന സാധനങ്ങളുടെ നടുവിൽ മറ്റാരും കാണാതെ, തന്നെ ആരും കാണരുത് എന്നുള്ള ചിന്തയിൽ അവൻ ഒളിച്ചിരിക്കുന്ന ചിത്രമാണ് നമുക്ക് ഈ വാക്യം കാണിച്ചു തരുന്നത്. ജീവിതത്തിൽ പലപ്പോഴും നാമും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകാം. ദൈവം പല കാര്യങ്ങൾ നമ്മളെ ഭരമേൽപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളിയുടെ ശ്രേഷ്ഠത വേണ്ടതുപോലെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ദൈവം മതിയായവനാണ് എന്ന ചിന്തയ്ക്ക് മീതെ മാനുഷിക ഭയം നമ്മളെ ഭരിക്കുമ്പോൾ നാം ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്നവരാകാം. എന്നാൽ ഇന്ന് സ്വർഗത്തിലെ ദൈവം പറയുന്നത്, നിന്നെ ഏൽപ്പിച്ച കാര്യം നിവർത്തിക്കേണ്ടതിന് നീ സാമാനങ്ങൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് വരിക, നിന്നോടുകൂടെ ഞാൻ ഉണ്ട് എന്നുള്ളതാണ്. ആട്ടെ, എന്തുകൊണ്ടാണ് ഇവിടെ ശൗൽ ഭയപ്പെട്ട് ഒളിച്ചിരുന്നത്? അതിന് വിവിധമായ ഉത്തരങ്ങൾ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ 9-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്ന വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം. എന്താണ് ആ വാക്യത്തിൽ പറയുന്നത്? അതിന് ശൗൽ, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമീൻ ഗോത്രത്തിലുള്ളവനും എൻ്റെ കുടുംബം ബെന്യാമീൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങൾ വെച്ച് ഏറ്റവും ചെറുതും ആയിരിക്കെ. താൻ ഏറ്റവും ചെറിയ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നു. തൻ്റെ കുടുംബവും ഗോത്രവും ഇസ്രായേലിൽ ഏറ്റവും ചെറുതാണ് എന്ന ചിന്തയാകാം ഒരുപക്ഷെ ഒളിച്ചിരിക്കുവാൻ പ്രേരിപ്പിച്ചത്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം ഒരുവൻ്റെ വലിപ്പച്ചെറുപ്പത്തിനനുസരിച്ചല്ല ഉയർത്തുന്നത്. ദൈവത്തിനൊരുവനോട് കൃപ തോന്നുന്നത് അവിടുത്തെ പ്രത്യേകമായ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവിടുത്തെ മുന്നറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവിടുത്തെ സർവജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നാം ചെറുത് എന്നല്ല ചിന്തിക്കേണ്ടത്. ആ ചിന്ത ഒരു തരത്തിൽ നല്ലതാണ്, താഴ്മയുടെ അടിസ്ഥാനത്തിൽ. മറുഭാഗത്ത്, കർത്താവെ, അങ്ങ് ഏൽപ്പിക്കുന്ന ചെയ്യുവാൻ എൻ്റെ വലിപ്പച്ചെറുപ്പമല്ല വിഷയമെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ അവിടുത്തെ കരങ്ങളിൽ എന്നെ തന്നെ ഏൽപ്പിക്കുന്നുവെന്ന് പറയുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇതാ ശൗൽ ഒരുപക്ഷെ തൻ്റെ ഗോത്രവും കുടുംബവും ഇസ്രായേലിൽ ഏറ്റവും ചെറുതെന്ന ചിന്തയിലാകാം ഒളിച്ചിരുന്നത്. ഇനി ഒരു പക്ഷേ തനിക്ക് രാജാവാകാൻ യോഗ്യതയില്ല എന്നുള്ള ചിന്തയാകാം.
ഇതൊക്കെ തന്നെ ഭരിച്ചിട്ടുണ്ടാകാം. എന്നാൽ അത് തന്നെയുമല്ല, ശത്രുക്കളെ ഭയന്നിട്ടുമാകാം ഒരുപക്ഷെ താൻ ഒളിച്ചിരുന്നത്. ഫെലിസ്തരെക്കുറിച്ചുള്ള ചിന്ത, ഇസ്രായേലിൻ്റെ ചുറ്റുപാടും കിടക്കുന്ന വലിയ ആയുധബലമുള്ളവരെക്കുറിച്ചുള്ള ചിന്ത, രാജാക്കന്മാർ അണിനിരക്കുന്ന യുദ്ധക്കളങ്ങളെക്കുറിച്ചുള്ള ചിന്ത, ശത്രുവിനെക്കുറിച്ചുള്ള ചിന്ത തന്നെ ഭരിച്ചിട്ടുണ്ടാകാം. ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, നാം ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. കാരണം നാം ദൈവകൃപയിൽ ആശ്രയിക്കണം. ശത്രുവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ പാപങ്ങളാൽ നാം അശുദ്ധരാകരുത്. അങ്ങനെയാണെങ്കിൽ നാം ധൈര്യപ്പെടേണ്ടുന്നൊരു വസ്തുതയുണ്ട്. നമ്മെ ജയിപ്പിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല. നാം ജയം പ്രാപിക്കുന്നത് ജയിച്ച കർത്താവിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിശാചിനെ കാൽവരിയുടെ ക്രൂശിൽ തോൽപ്പിച്ച, അവനെ ആയുധവർഗം താഴെ വെപ്പിച്ച ഏറ്റവും ഉന്നതനായ ജയാളിയാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ശത്രുനിരയെ കണ്ട് ഭയപ്പെടാനല്ല, ജയിച്ച കർത്താവിൽ ആശ്രയിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ പിശാചിനെതിരെ മുന്നോട്ട് പോകുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിട്ടുള്ളത്. ഇനിയും ഒരുപക്ഷെ ഈ പറയുന്ന 10-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിലെ പ്രഖ്യാപനത്തോടുകൂടി ആയിരിക്കാം, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. എന്താണ് അവിടെ വായിക്കുന്നത്? ഇസ്രായേൽ മക്കളോട് ശമൂവേലിനോട് പറയാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് മിസ്രൈമ്യരുടെ കയ്യിൽ നിന്നും നിങ്ങളെ ഉപദ്രവിച്ച സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്നും നിങ്ങളെ വിടുവിച്ചു. നിങ്ങളോ സകല അനർത്ഥങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച, നിങ്ങളെ രക്ഷിച്ച നിങ്ങളുടെ ദൈവത്തെ ഇന്ന് ത്യജിച്ച് ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് അവനോട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ പ്രഖ്യാപനമാണിത്. ദൈവം ഈജിപ്തിൽ നിന്ന് രക്ഷിച്ചിട്ടും തുടർന്ന് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചിട്ടും ദൈവത്തെ ത്യജിച്ചൊരു രാജാവിലേക്ക് പോകുമ്പോൾ ഈ ഒരു പ്രഖ്യാപനം ശൗലിനെ ഭയപ്പെടുത്തിയിട്ടുണ്ടാകാം. താൻ അടുത്ത രാജാവാകുമ്പോൾ ഒരുപക്ഷെ അത് ദൈവപ്രസാദത്തിനെതിരാണോ എന്ന ചിന്തയൊക്കെ തൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം. എന്തായാലും ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്ന ശൗലിനെ കാണുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ അവിടെ നിന്ന് അവനെ ഉയർത്തി ഭയപ്പെട്ടവനെ ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ദൈവകൃപയുടെ അനന്തമായ ചിത്രം നാം കാണുകയാണ്. ഇന്ന് ദൈവജനത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. കുപ്പയിൽ നിന്ന് ഉയർത്തി ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരോടൊപ്പം നമ്മളെ ഇരുത്തി ശത്രുനിരെ വെല്ലുവിളിക്കുവാനുള്ള സർവായുധവർഗം നമുക്ക് തന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ദൈവത്തോട് നന്ദി പറയുവാൻ കടപ്പെട്ടവരാ. നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് കർത്താവിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ ഈ ചിന്ത മുഖാന്തരമാകട്ടെ. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.